നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും അതിനകത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും നമ്മൾ പറയും മരുഭൂമി സമാനമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതെന്ന്. മരുഭൂമിയെക്കുറിച്ച് ഞാനും ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ മരുഭൂമി കാണുവാനും അകത്തോട്ടൊക്കെ പോകാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. ഏകദേശം ഇവിടുത്തെ 3 മണി സമയത്താണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിലും നല്ല ചൂടുമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊടിക്കാറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ പ്രസംഗിക്കുന്നത് പോലെ പറയുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒത്തിരി അകത്തോട്ടല്ലെങ്കിലും ഈ മരുഭൂമിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒത്തിരി ചിന്തകൾ ഹൃദയത്തിലൂടെ കടന്നു പോകാനിടയായി. ഒന്നുമില്ലെങ്കിൽ ദൈവം തൻ്റെ ജനത്തെ നടത്തിയൊരു സ്ഥലമാണ് മരുഭൂമി. വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു പോകുന്ന തൻ്റെ ജനം 40 വർഷത്തോളം അവർ ആ മരുഭൂമിയിൽ നടക്കുമ്പോൾ അവരുടെ വസ്ത്രത്തിന് പഴക്കമുണ്ടായില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകി നടത്തിയൊരു സ്ഥലം കൂടെയാണ് മരുഭൂമി. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിതൂണായി തൻ്റെ ജനത്തെ നടത്തിയ ഒരു ദൈവമുണ്ട്. അവർ ചോദിക്കുന്നതിനെ ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. മാംസം വേണമെന്ന് പറയുമ്പോൾ കടപക്ഷിയെ കൊടുത്ത ഒരു ദൈവത്തിൻ്റെ കരുതലുണ്ട്. മന്ന കൊടുത്തൊരു ദൈവമുണ്ട്. ഇതെല്ലാം സംഭവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആ മരുഭൂമിയിലാണ്. ഒത്തിരി പേര് പറയും മരുഭൂമി എൻ്റെ ജീവിതത്തിൽ തകർച്ചയാണ്, മരുഭൂമി എൻ്റെ ജീവിതത്തിൽ അക്കരെ കൊണ്ടുപോകത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ നിയോഗത്താൽ നമ്മളെ കർത്താവ് നയിക്കുന്നത് മരുഭൂമിയിലാണെങ്കിൽ അതിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവിക കരുതലുണ്ട്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ അതൂത് പറയുകയാണ്, ഈ മരുഭൂമി സമാനമായ സാഹചര്യത്തിൽ നീ ദൈവത്തിൻ്റെ കരുതലുകൾ കാണാൻ വേണ്ടി പോവുകയാണ്, അവൻ്റെ വിശ്വസ്ത കാണാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു.